എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വെക്കാൻ അറിയാവുന്ന ഒന്നാണ് കിഴങ്ങ് മെഴുക്ക് പുരട്ടി. ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കുന്നതെന്ന് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഞാനിവിടെ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ അരിഞ്ഞെടുക്കാം. ഉള്ളി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. എരിവിനനുസരിച്ച് നമുക്ക് ഇനി മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ പച്ചമുളക് ഒരു ചെറിയ 4 എടുത്താൽ മതിയാകും. അടുത്തായിട്ട് നമുക്ക് ഇതിന് കറിവേപ്പില വേണം. അതിന് നമുക്ക് കറിവേപ്പില എടുത്ത് വെക്കാം. 2 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കാം. ഇത് ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. 2 അല്ലി വെളുത്തുള്ളി എടുത്താലും മതി. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ചതച്ചിട്ടാലും മതി. ഞാനിവിടെ അരിഞ്ഞാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പണ്ടൊക്കെ അമ്മമാർ ചോറിനകത്ത് വെക്കാറുള്ള ഒരു പ്രധാന ഐറ്റമായിരുന്നു കിഴങ്ങ് മെഴുക്ക് പുരട്ടി. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് ഇട്ടില്ല. നമ്മളാണെങ്കിൽ അതിന് പകരം അത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഈ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ആ എണ്ണയിലും കിടന്ന് തന്നെ വേവണം. നമുക്ക് കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല രീതിയിൽ കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനിയും പ്രത്യേകിച്ച് വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നതൊന്ന് മൂത്ത് വന്നോളും. തുറന്ന് വെച്ച് നമുക്ക് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശകല ഉപ്പും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കുഴഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ലഞ്ച് ബോക്സിൽ വെച്ച് മക്കൾക്ക് കൊടുത്തു വിടാം.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കൂളിൽ കൊടുത്തു വിടാനും ലഞ്ച് ബോക്സിനകത്ത് വെക്കാൻ നല്ലൊരു കറിയാണ്.